ഞാനിപ്പോൾ പത്രസമ്മേളനം വിളിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ വരില്ല എന്ന് വലിയ രീതിയിൽ ചർച്ചകൾ നടന്ന സ്ഥലത്ത് ഞാൻ പത്രസമ്മേളനം നടത്തി അന്ന് പറഞ്ഞിരുന്നു വരാനുള്ള സാഹചര്യങ്ങളെല്ലാം റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്, വരുമെന്നുള്ളത്. ആ സമയത്തും അതിന് മുൻപുമെല്ലാം നമ്മൾ വരും എന്ന് പറയുകയും വരുമോ ഇല്ലയോ എന്നറിയില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു ചർച്ചകൾ. നമ്മൾ വരുമെന്ന് പറയുകയും മാധ്യമങ്ങൾ വരില്ല എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം അവസാനിച്ചു. വരുമെന്നുള്ള AFAനെ അറിയിച്ചു. ഞാൻ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. കേരള സർക്കാർ വലിയ രീതിയിലുള്ള എഫേർട്ട് ഇതിനെടുത്തിട്ടുണ്ട്. കേരളത്തിലെ സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും അടക്കം വലിയ രീതിയിലുള്ള എഫേർട്ട് ഇതിന് മേലെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടർ TVയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കും ഇതോടുകൂടി എന്നുള്ളതാണ്. കേരളത്തിലെ സ്പോർട്സ് ചരിത്രം, കേരളത്തിലെ ടൂറിസം ചരിത്രം മാറ്റി കുറിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം ഇത്രയധികം ആരാധകരുള്ള ഒരു കളിക്കാരൻ ലോകത്ത് മെസ്സി മാത്രമേ ഉള്ളൂ. കാരണം മെസ്സിയുടെ ആരാധകർ മറ്റുള്ള ടീമിലുള്ളവർ വരെ മെസ്സിയുടെ ആരാധകരാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു ആവേശം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നവംബറിൽ മെസ്സി വരുമെന്നുള്ളത് രാവിലെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തു. റിപ്പോർട്ടർ TVയിൽ കൂടെ നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും AFAയുടെ പോസ്റ്റ് വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. 75 ദിവസം താഴെയുള്ളൂ. ആക്റ്റീവായിട്ട് നമുക്കൊരു 60 ദിവസമേ കിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള പ്ലാനിങ് സർക്കാർ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ TV വലിയ രീതിയിലുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. അപ്പം ഒരു ഒത്തൊരുമയോടുകൂടി കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. വലിയ കാര്യങ്ങളായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല, വലിയ കാര്യം പറയാനില്ല. നിങ്ങൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ്. മെസ്സി വരുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി പറയാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 2, നവംബർ 2 വിൻഡോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒക്ടോബറിലെ വിൻഡോ നമുക്കില്ല, നവംബറിലെ വിൻഡോ ആണുള്ളത്. 10 തുടങ്ങി 18 വരെയുള്ള സമയങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് അങ്കോളയിലൊരു കളിയുണ്ട്. അത് ഞാൻ അറിഞ്ഞ വരേക്ക് 12-ാം തീയതിയാണ്. അപ്പം അവിടെ പോകുന്ന കളിക്കാർ അങ്കോളയിൽ നിന്ന് നേരെ ഇങ്ങോട്ടെത്തും. എനിക്ക് തോന്നുന്നു 12-ാം തീയതി 13-ാം തീയതിയോട് കൂടിയിട്ട് ഇവിടെ എത്തും. അതിന് മുൻപ് ഒരു ടീം അർജൻറ്റീനയിൽ നിന്ന് നേരെ ഇങ്ങോട്ടും വരുന്നുണ്ടാവും. അവർ 10-ാം തീയതി തന്നെ ഇവിടേക്ക് എത്തും. അപ്പോൾ 2 ടീമും ഏകദേശം എനിക്ക് തോന്നുന്നു പകുതിയായി എത്തും. നമ്മൾ അടുത്ത എതിർ ടീമായിട്ടുള്ളവർ മിക്കവാറും 10-ാം തീയതിയോട് കൂടിയിട്ട് 10-ാം തീയതി കഴിഞ്ഞ് അത് ഫൈനലൈസ് ആയാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു കൺഫർമേഷൻ വരും. റോഡ് ഷോയെ കുറിച്ച് പറഞ്ഞിരുന്നു, അത് മറ്റുമില്ലാതെ അത് അങ്ങനെ തന്നെ ഫാൻ മീറ്റിംഗ് ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവാനാണ് സാധ്യത. ഇനിയിപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഫാൻ മീറ്റിംഗ് കേരളത്തിലെ ആരാധകർക്ക് അവർക്ക് വിഷമമില്ലാത്ത രീതി എല്ലാവരെയും കാണാൻ രീതിയിലുള്ളൊരു ഫാൻ മീറ്റിംഗ് നടത്തും. നമ്മുടെ മുൻപിലൊരു പ്ലാനുണ്ട്. അത് ഞാൻ അന്നേ പറയുന്നുണ്ട്, ഞാൻ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. അതിൽ അവരൊരു ഡിസിഷൻ എടുക്കണം. കാരണം ഇത്രയധികം സെക്യൂരിറ്റി വേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷേ ഫാൻ മീറ്റിംഗ് നന്നായി നടത്തുമെന്നുള്ളതൊരു മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നടത്താനുള്ള ശ്രമവും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പുറത്തു വിട്ട പോലെ തന്നെ നടത്തുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൗഡും കാര്യങ്ങളും നോക്കി കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കണം, ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിച്ചത്. 2.5 മില്യൺ ആൾക്കാരുടെ ഇവൻ്റാണ് ഏറ്റവും അധികം നടന്നിട്ടുള്ളത്. 2.5 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 25 ലക്ഷം ആൾക്കാർ. അതിന് മേലെ നടക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചരിത്രത്തിൽ ഇടപെടുത്തണം. 25 ലക്ഷത്തിന് മേലെ നടക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാഹചര്യം ഉണ്ട്. അത് എത്ര വലുതാക്കണോ അത്രയും വലുതാക്കാം എന്നുള്ളതാണ്. നമ്മൾ മലയോളം ആഗ്രഹിക്കുക എന്നാൽ കുന്നോളം കിട്ടുക എന്ന് പറയുന്ന പോലെയാണ്. എത്ര വലുതാക്കാൻ പറ്റുന്നുണ്ടോ അത്രയും വലുതാക്കി ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്.